A very good afternoon to each and every one of you. എല്ലാവർക്കും സായങ്കാല ആശീർവാദം പങ്കുവയ്ക്കട്ടെ. I know it's a very difficult time in the afternoon to concentrate. ഈ ഉച്ചകഴിഞ്ഞതായ സമയത്ത് ഇപ്രകാരം ദൈവവചനം കേൾക്കുവാൻ ഇരിക്കുക എന്നുള്ളത് I know many of you are trying to cool yourself and fanning yourself to make sure that you can hear what's going on. എല്ലാവരും കാറ്റ് കിട്ടത്തക്കവണ്ണം തങ്ങളെ തന്നെ ഒരുക്കുന്നു എന്നുള്ള കാറ്റാടി ഉപയോഗിക്കുന്നു എന്നുള്ളത് വചന കേൾവിക്ക് സഹായകരമാകും. But we will try and be focused so that you can hear God's word. വളരെ ശ്രദ്ധാപൂർവം ദൈവവചനം പങ്കുവയ്ക്കുവാൻ ഈ സമയം ശ്രദ്ധിക്കുന്നതാണ്. I'm extremely grateful to the Metropolitan, the Most Reverend Mar Theodosius, മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി അഭിവന്യ തിയോഡോഷ്യസ് തിരുമേനിയോടുള്ള പ്രത്യേക സന്തോഷം പങ്കുവയ്ക്കുന്നു. for giving me this opportunity to come here and share God's word with you. 131ാമത് മാരാമൺ കൺവെൻഷനിൽ വചന ശുശ്രൂഷയ്ക്ക് ഇപ്രകാരം ലഭിച്ച അവസരത്തിന് തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. I am also extremely grateful to Mar Philoxenus, സംഘം പ്രസിഡന്റായിരിക്കുന്ന ഐസക് മാർ ഫിലക്സിനോസ് തിരുമേനിയോടുമുള്ള സന്തോഷം പങ്കുവയ്ക്കട്ടെ. who personally came and made sure that I came here. Thank you so much. അഭിവന്യ ഐസക് മാർ ഫിലക്സിനോസ് തിരുമേനി വ്യക്തിപരമായി എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കണ്ടാണ് ഇവിടേക്ക് ക്ഷണിച്ചത്. And Thirumeni Matthews Mar Seraphim for his kind words of introduction. ഈ യോഗ അധ്യക്ഷനായിരിക്കുന്ന മാത്യൂസ് മാർ സെറാഫീം തിരുമേനിയോടുള്ള പ്രത്യേക സന്തോഷം, നല്ല വാക്കുകൾക്കുള്ള നന്ദി അറിയിക്കുന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we still our hearts before you this afternoon. ഈ ഉച്ചകഴിഞ്ഞതായ സമയത്ത് ഞങ്ങളുടെ കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ മനസ്സുകളെ ഉയർത്തുന്നു. And as we meditate on your word, കർത്താവെ, നിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ may your Holy Spirit breathe life into these words. ഞങ്ങൾ പങ്കുവയ്ക്കുന്ന വചനത്തിൽ നിന്റെ ശ്വാസം, നിന്റെ പരിശുദ്ധ റൂഹ അവിടുന്ന് ആവസിക്കണമേ. Speak to us in a new way. പുതിയതായി നീ ഞങ്ങളോട് സംസാരിക്കണമേ. Give us hearts and minds that are willing to listen to your word. നിന്റെ വചനം ശ്രദ്ധിപ്പാൻ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അവിടുന്ന് ഒരുക്കി തരണമേ. And above all, to put it into practice in our lives. അതിനേക്കാൾ ഉപരിയായി ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുള്ള കൃപ തരണമേ. And so let the words of my mouth കർത്താവെ, എൻ്റെ വായിലെ വാക്കുകളും and the meditation of our hearts ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും be acceptable in your sight, കർത്താവെ, നിനക്ക് പ്രസാദകരമായിരിക്കണമെന്ന്. O Lord, my rock and my redeemer. ഞങ്ങളുടെ കർത്താവ്, പാറയും വീണ്ടെടുപ്പുകാരനുമായുള്ളവേ, ആമേൻ. Amen. On Tuesday, we looked at living as the people of God. ചൊവ്വാഴ്ച വൈകുന്നേരം ദൈവജനമായി ജീവിക്കുക എന്നുള്ള വിഷയമാണ് നമ്മൾ ധ്യാനിച്ചത്. Today we will be looking at the theme of living as the priesthood of God. ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ പുരോഹിതരായി ജീവിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്താവിഷയം. And Sunday, in the final session, we'll be looking at living by the values of God. ഞായറാഴ്ച സമാപന യോഗത്തിൽ ദൈവത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതാണ്. On Tuesday again, when we looked at living as the people of God, ചൊവ്വാഴ്ച ദൈവജനമായി ജീവിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ we saw the context in which Abraham was called. അബ്രഹാമിന് ഉണ്ടായ ദൈവവിളിയുടെ പശ്ചാത്തലമാണ് അന്നേരം നമ്മൾ ധ്യാനിച്ചത്. We saw that creation was good. സൃഷ്ടി മുഴുവനും നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സന്ദർഭം. But we saw sin coming into the world. എന്നാൽ അതിൻ്റെ നടുവിൽ ദുഷ്ടതയും പാപവും പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ ധ്യാനിച്ചു. And human beings disobeyed and were alienated from God. മനുഷ്യവംശം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. We saw that in Genesis 3. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ And we saw that all areas of life was affected because of the fall. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും ഇപ്രകാരം വീഴ്ച മൂലം സ്വാധീനിക്കപ്പെട്ടതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. Our spiritual aspect, because our relationship was one of doubt. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് സംഭവിച്ച തകർച്ചയെക്കുറിച്ച് ധ്യാനിച്ചു. Our intellectual aspect, because our thinking became warped. നമ്മുടെ ബൗദ്ധിക വിചാരങ്ങളിൽ ഉണ്ടായ വികലതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി. And the physical aspect, because Eve took the apple and ate it. ഈ പഴം പറിച്ച് തിന്നതിലൂടെ ശാരീരികമായി നമുക്ക് സംഭവിച്ച അധപതനത്തെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. And finally the social aspect, because she shared it with Adam, and therefore we see society itself is affected. ഈ വൃക്ഷഫലം ആദത്തോട് ഒപ്പം പങ്കുവെച്ചതിലൂടെ സാമൂഹികമായി നമുക്ക് സംഭവിച്ച അപജയത്തെക്കുറിച്ചും നമുക്ക് ധ്യാനിക്കുവാനിടയായി. And in Genesis 4-11 we see the global spread of sin. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 11-ാം അധ്യായം വരെ നമ്മൾ ഈ പാപത്തിൻ്റെ കൃത്യമായ സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. In fact, in Genesis 6
God says every inclination of the human being was always evil. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെയും പാപമുള്ളതായി കാണുന്നു. But God didn't leave his people alone. എന്നാൽ ദൈവം ഈ മനുഷ്യ സമൂഹത്തെ ഒഴിവാക്കിയില്ല. And therefore God chose Abraham. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യ സമൂഹത്തിൽ നിന്നും അബ്രഹാമിനെ തെരഞ്ഞെടുക്കുകയാണ്. And God called him and said, I want you to walk in my ways. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ എൻ്റെ വഴികളിൽ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Abraham was to be a model for God's people. ദൈവജനത്തിന് മാതൃകയായി തീരുവാൻ തക്കവണ്ണം അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. And God made a covenant with Abraham. അബ്രഹാമിനോട് ഒരു ഉടമ്പടിയിൽ ദൈവം പ്രവേശിച്ചു. And God said, you should teach your descendants to walk in the way of the Lord. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ പിൻഗാമികളെ ദൈവത്തിന്റെ വഴിയെ പഠിപ്പിക്കണം എന്നുള്ളത്. By doing what is just and right. നീതി ന്യായവും ചെയ്യുന്നതിലൂടെ. So that what I've promised to you would be fulfilled. അപ്രകാരമാകുമ്പോൾ ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്തത് നിറവേറ്റപ്പെടും. And the promise was that they would be a blessing to the nations. ആ വാഗ്ദത്തം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ജനതകൾക്ക് പ്രകാശമായി അനുഗ്രഹമായി തീരും എന്നുള്ളതാണ്. And we saw the election, ethics and mission are directly linked. അങ്ങനെ തെരഞ്ഞെടുപ്പും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പഠിക്കുവാനിടയായി. God chooses us ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നു so that we would lead ethical lives, നമ്മൾ ധാർമ്മിക ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, so that the mission of God will be accomplished. ദൈവത്തിന്റെ ദൗത്യം അപ്രകാരം നിറവേറ്റപ്പെടും എന്നുള്ളതുമാണ്. And we saw that in Genesis 18:19, which is the key verse in that section. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യവും നമ്മൾ പരിശോധിച്ചു. And we saw Abraham's response was one of faith. അബ്രഹാമിന്റെ പ്രതികരണം വിശ്വാസത്തോടു കൂടിയതായിരുന്നു. He believed what God told him. ദൈവം പറഞ്ഞത് അപ്രകാരം അബ്രഹാം വിശ്വസിച്ചു. And it was credited to him as righteousness. അത് അവന് നീതിയായി കണക്കിട്ടു. And then Abraham not only was a man of faith, he was a man of obedience. അബ്രഹാം വിശ്വാസത്തിന്റെ വ്യക്തി മാത്രമായിരുന്നില്ല, അനുസരണത്തിന്റെ ഒരു ആൾരൂപം കൂടെയായിരുന്നു. Throughout we see him listening to God's voice and obeying. അബ്രഹാം തന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാം. And he was called to lead the people and his descendants in the paths of justice and righteousness. തന്റെ ജനസമൂഹത്തെയും തന്റെ പിൻഗാമികളെയും അപ്രകാരം ദൈവവഴിയിൽ നടത്തത്തക്കവണ്ണം അബ്രഹാം മുൻപിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാം. In Galatians 3:26-29, Paul says, you and I are the descendants of Abraham by faith. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-29 വാക്യത്തിൽ പൗലോസ് പറയുന്നു, നമ്മൾ അബ്രഹാമിന്റെ പിൻഗാമികളാണ്. And therefore we are called to live as the people of God. നമ്മളെ ദൈവം ദൈവജനമായിരിക്കാൻ വിളിച്ച് ആക്കപ്പെട്ടിരിക്കുന്നു. So after being challenged on the first session to live as the people of God, walking in the way of the Lord as Abraham did, ആദ്യ ഭാഗത്ത് ദൈവജനമായി ജീവിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നതിനെ കുറിച്ച് ധ്യാനിച്ചതിന് ശേഷം we now move a step deeper into God's purpose for us. കുറച്ചുകൂടെ ആഴത്തിൽ ദൈവം നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. In Exodus 19:1-6, which was read to us just now, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടുവല്ലോ. God brings Israel to Mount Sinai. ദൈവജനത്തെ ദൈവം സീനായി മലമുകളിലേക്ക് കൊണ്ടുവരികയാണ്. He reveals that redemption is not the end of the journey, but the beginning of a calling. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആത്യന്തികമായ അവസാനമല്ല, എന്നാൽ ദൈവവിളിയുടെ തുടക്കമാണ് വീണ്ടെടുപ്പ്. Sometimes we think I am saved, that's the end of the journey. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം എന്നെ തെരഞ്ഞെടുത്തു, വീണ്ടെടുത്തു, അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന്. That is the beginning of the journey. എന്നാൽ അതൊരു തുടക്കം മാത്രമാണ്. And so today we'll be looking at the theme living as the priesthood of God. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ദൈവത്തിന്റെ പൗരോഹിത്യമായി ജീവിക്കുക എന്നുള്ളതാണ്. Because God says, you shall be for me a kingdom of priests and a holy nation. നീ ഞങ്ങൾക്ക്, ദൈവം പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക്, എനിക്ക് പുരോഹിത ജനമായി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. God's people are chosen not only to belong to him but to serve him. ദൈവജനമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് അവനുള്ളത് മാത്രമാകാൻ വേണ്ടി മാത്രമല്ല, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. We are called to stand in his presence and represent him before the world. അവന്റെ സന്നിധിയിൽ നിൽക്കുകയും അവന്റെ പ്രതിനിധികളായി ലോകത്തിൽ ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. And this calling is reaffirmed to the church in 1 Peter 2:9 and 10. 1 പത്രോസ്
2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഇത് സഭയ്ക്ക് നൽകപ്പെട്ട നിയോഗമായി And രേഖപ്പെടുത്തിയിരിക്കുന്നു. there Peter talks about what is our identity, who are we? അവിടെ പത്രോസ് നമ്മൾ ആരാണെന്നും നമ്മുടെ സ്വത്വം എന്താണെന്നും കൃത്യതയോടെ വ്യക്തമാക്കുന്നു. Sometimes we don't know who we are. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ ആരാണ് എന്ന്. But Peter says, you are a chosen race, a royal priesthood, called to proclaim God's mighty acts. പത്രോസ് നമ്മളോട് പറയുന്നു, നമ്മൾ സ്വന്തം ജനമാണ്, വിളിക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ യഥാർത്ഥ പൗരോഹിത്യ വർഗമാണ് എന്ന് പരാമർശം നൽകപ്പെട്ടിരിക്കുന്നു. We are called to live such distinctive lives that His glory is seen through us. ദൈവിക മഹത്വം പേറുന്ന വ്യതിരിക്തമായ ജീവിതം നയിക്കാൻ ദൈവം നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നു. So to live as the priesthood of God means ദൈവത്തിന്റെ പൗരോഹിത്യമായി ജീവിക്കുക എന്നാൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? to offer our lives in obedience and holiness, ദൈവിക വിശുദ്ധിയിൽ നമ്മളെ തന്നെ അനുസരണമുള്ളവരാക്കി തീർക്കുക എന്നുള്ളത്, to bear witness to God's grace, ദൈവത്തിന്റെ കൃപയുടെ കൂട്ടവകാശികളും സാക്ഷികളുമാവുക എന്നുള്ളത്, and to serve the world in humble faithfulness. വളരെ വിനയത്തോടെ ഈ ലോകത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. God's church is meant to be for God's world and not to live in isolation from the world. സഭയെ ദൈവം ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് ലോകത്തിന് വേണ്ടിയാണ്, ലോകത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയല്ല. John Stott put it beautifully. ജോൺ സ്റ്റോട്ട് എന്ന ചിന്തകൻ ഇപ്രകാരം പറയുന്നു. He said, we are called to be the salt of the earth. ജോൺ സ്റ്റോട്ട് പറയുന്നു, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ഭൂമിക്ക് ഉപ്പാകാൻ വേണ്ടിയാണ്. And he said, Christian salt is not meant to be in the salt cellar, but in the cooking pot. യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസപ്രകാരം ഈ ഉപ്പാവുക എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തുന്ന ഭാഗമാകുകയല്ല, മറിച്ച് പാചകത്തിനുള്ള രുചിദായകമായ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. Many a times we are like Christians in a salt cellar, isolated from the world. പലപ്പോഴും നമ്മൾ ഈ ഉപ്പിന്റെ അംശമുണ്ട് എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ടാണ്. As Mar Seraphim just said, we are in the world. സെറാഫീൻ തിരുമേനി നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മൾ ഈ ലോകത്തിലാണ് ഉള്ളത്. And the church is to engage with the world. ഈ ലോകവുമായിട്ട് നിരന്തരം ഇടപെടുന്നതിന് വേണ്ടിയാണ് സഭയെ ദൈവം Not ലോകത്തിലാക്കിയിരിക്കുന്നത്. live in isolation. ഒരിക്കൽ പോലും വിട്ടുനിൽക്കുവാൻ സഭയ്ക്ക് കഴിയുകയില്ല. Not live in ecclesiastical salt cellars. പലപ്പോഴും സഭയുടെ പ്രത്യേക താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് മാത്രം നിൽക്കാൻ കഴിയുകയില്ല. We create boundaries so that nobody else can come in. നമ്മൾ അറിയാതെ തന്നെ ചില അതിരുകൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. But the work of the salt is in the cooking എന്നാൽ pot. അതിരുകൾക്കുള്ളിൽ നിൽക്കുക എന്നുള്ളതല്ല, ഉപ്പിനെ പോലെ രുചിദായകമാവുക എന്നുള്ളതാണ്. So today we're going to look at a nation Israel, who was called to be a priesthood. വേദപുസ്തകത്തിലൂടെ ഇസ്രായേൽ എന്ന ജനതയെ നമ്മൾ നോക്കാൻ ശ്രമിക്കുകയാണ്. Now we see that it is God's initiative in redeeming His people. ദൈവം തന്റെ മുൻകൈ എടുത്തുകൊണ്ട് തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നതായിട്ട് വേദപുസ്തക ചരിത്രം പറയുന്നു. The Exodus was a response to the Israelites who were groaning under their slavery and cried out for help. അടിമത്തത്തിൽ നിലവിളിക്കുകയും ഞരങ്ങുകയും ചെയ്ത ഇസ്രായേലിനോടുള്ള പ്രതികരണമായിരുന്നു പുറപ്പാട്. In fact, the Hebrew word that is used is like somebody who's throttling your neck and the cry comes, ah! എബ്രായ എഴുത്തനുസരിച്ച് ഈ ഞരക്കം എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മുടെ കൊരവള്ളി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം പോലെയാണ്. And that voice went to the Lord's ears. ആ നിലവിളി, ആ ഞരക്കം ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയാണ്. And God remembers His covenant with Abraham. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തവും ഉടമ്പടിയും And ഓർക്കുകയാണ്. therefore He raises up Moses to challenge Pharaoh and to bring His people to the promised land. അപ്രകാരം ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുകയും ഫറവോനിന്റെ കയ്യിൽ നിന്നും ജനത്തെ വീണ്ടെടുക്കാൻ വിമോചിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. But Pharaoh is not an easy character to deal with. എന്നാൽ ഫറവോനെ അവിടുന്ന് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതല്ല. The Hebrew writer shows that God has in fact hardened Pharaoh's heart. എബ്രായ എഴുത്തുകാർ പറയുന്നു, ഫറവോന്റെ ഹൃദയം ദൈവം വല്ലാതെ കഠിനപ്പെടുത്തി എന്നുള്ളത്. So that he could reveal his glory in confronting Pharaoh. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. God uses Moses to show numerous miraculous signs മോശയെ ദൈവം ഉപയോഗിച്ച പല അടയാളങ്ങൾ ചെയ്യുകയാണ്. and plagues പല ബാധകളിലൂടെ before Pharaoh eventually let them go. ഫറവോൻ അയക്കുന്നതിന് മുമ്പ് പല ബാധകളിലൂടെ, പല അടയാളങ്ങളിലൂടെ ദൈവം മോശയിലൂടെ ഇടപെടുകയാണ്. And therefore we see, after the death of the firstborn of every Egyptian, from the prince to the pauper, then they were let go. രാജകുമാരന്റെ ഗൃഹം മുതൽ ദരിദ്രന്റെ വീട്ടിൽ വരെയും ആദിജാതന്റെ മരണമുണ്ടായതിനു ശേഷം ഫറവോൻ
ഇസ്രായേൽ മക്കളെ വിട്ടയക്കുകയാണ്. And we see that the firstborn of the Israelites were all saved. അങ്ങനെ എന്നാൽ ഇസ്രായേലിന്റെ കൂട്ടത്തിലുള്ളവരുടെ ആദ്യജാതൻ വിടുവിക്കപ്പെടുകയാണ്, രക്ഷിക്കപ്പെടുകയാണ്. Let's just read from Exodus 6:5-8. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. മിസ്രൈമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്നും ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട് മഹാശക്തി വിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രൈമ്യരുടെ ഊഴിയവേലയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. God always acts first and then expects us to respond in obedience. ദൈവം മുൻകൈയെടുത്ത് ആദ്യം പ്രവർത്തിക്കുകയും പിന്നീട് നമ്മൾ അതിനെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. God had brought them out of slavery from Egypt and brought them to Mount Sinai, and it's only then the 10 commandments are given. ദൈവം തന്റെ ജനത്തെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചതിന് ശേഷമാണ് 10 കൽപ്പനകൾ അവർക്ക് നൽകിയത്. The sequence of events in the biblical story is very important. ഈ വേദപുസ്തക ഭാഗത്തെ സംഭവങ്ങൾ വളരെ പ്രസക്തമാണ്. God did not send Moses with a law book tucked under his cloak to tell Israel, look, this is God's law for you. ദൈവം ഒരിക്കലും മോശയെ തന്റെ നിയമപുസ്തകങ്ങൾ ന്യായപ്രമാണം നൽകി മോശയെ മിസ്രൈമിലേക്ക് അയക്കുകയായിരുന്നില്ല. He didn't say, only if you obey this laws, then I will think about redeeming you from slavery. നിങ്ങൾ ഈ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ വിടുവിക്കാം എന്നല്ല ദൈവം പറഞ്ഞത്. Their delivery from their bondage was not conditional on the keeping of the law. ഒരിക്കൽ പോലും അവരുടെ വിമോചനം ഒരു ഏതെങ്കിലും വ്യവസ്ഥതയ്ക്ക് അനുസരിച്ച് നൽകപ്പെട്ടതല്ല. The keeping or not keeping of the law was not going to hasten or delay their deliverance. അവർ നിയമം പാലിച്ചാലും പാലിച്ചില്ലെങ്കിലും വിമോചനം ഒരിക്കലും താമസിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. God acted first. He took the initiative and redeemed them. ദൈവം മുൻകൈ എടുക്കുകയും ദൈവം പ്രവർത്തിക്കുകയും ദൈവം അവരെ വീണ്ടെടുക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്തു. He redeemed them from the bondage of slavery and made a covenant with them. അവൻ അവരെ അവരുടെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്ത് അവരോടൊപ്പം ഒരു ഉടമ്പടി സ്ഥാപിക്കാൻ. The keeping of the law was to be an act of gratitude in response to what God had done. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു കൃതാർത്ഥതയുള്ള അനുസരണമായിട്ട് And പരിണമിക്കുകയാണ്. that's why in Exodus 19:4 Yahweh says, you yourselves have seen what I've done to Egypt. അതുകൊണ്ട് തന്നെ 19-ാം അധ്യായത്തിൽ പുറപ്പാട് 19-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ കണ്ടുവല്ലോ. I have carried you on eagle's wings and brought you to myself. ഞാൻ നിങ്ങളെ കഴുകന്മാരുടെ കയ്യിൽ വഹിച്ച് നിങ്ങളെ ഇവിടത്തോളം എത്തിച്ചു എന്ന് പറയുക. After he has done all this, then he says, now if you obey me fully and keep my ഈ covenant. കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷമാണ് യഹോവ അവരോട് പറഞ്ഞത്, ഇനിയും നിങ്ങൾ ഈ കൽപ്പനകൾ So Yahweh അനുസരിക്കണം. clearly states what he has done first. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തത് എന്നുള്ളത്. God identifies himself and his redeeming activity first before the law is given. ഈ നിയമപുസ്തകം നൽകുന്നതിന് മുമ്പ് തന്നെ ദൈവം ജനത്തിനു വേണ്ടി നടത്തിയ വിമോചനത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. And the law was meant to be a response to what God has already done. യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ വലിയ വീണ്ടെടുപ്പിനോടുള്ള പ്രതികരണമാണ്. This is the foundation of ethics and the key principle running through the moral teaching of the whole Bible. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ ധാർമ്മിക വിചാരം ഇപ്രകാരമുള്ള വീണ്ടെടുപ്പും അതിനോടുള്ള പ്രതികരണത്തിലൂടെയും. And the same principle is seen in the New Testament. ഇതേ തത്വം നമ്മൾ പുതിയ നിയമത്തിലും കാണുന്നു. Love each other as I have loved you. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. We love because he first loved us. നമ്മൾ സ്നേഹിക്കുന്നു എന്തെന്നുണ്ടെന്നാൽ ദൈവം നമ്മളെ ആദ്യമേ സ്നേഹിച്ചു എന്നതാണ്. Christ died for us when we were still sinners. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചു. God acts first and then expects us to respond in obedience. ദൈവം ആദ്യം പ്രവർത്തിക്കുകയും പിന്നീട് നമ്മൾ അതിന്റെ പ്രകാരം പ്രതികരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. Second thing we see is God's universal interest. രണ്ടാമതായി നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സാർവത്രികമായ താല്പര്യമാണ്. The Marthoma Voluntary Evangelistic Association engages in sharing the good news of the gospel to the rest of the world. മാർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം ഈ വലിയ ഉദ്യമത്തിൽ ഏർപ്പെട്ട് സുവിശേഷം ലോകമെമ്പാടും പങ്കുവയ്ക്കുന്നു. And that is part of God's vision for the world.
അത് തന്നെയാണ് ഈ ലോകത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ദർശനം. Because God says, all nations are mine, the whole earth is mine. ദൈവം പറയുന്നു, എല്ലാ ജനതകളും എന്റേതാണ്, ഭൂമി ആകമാനം എനിക്കുള്ളതാണ്. And therefore God is interested in the nations. അതുകൊണ്ട് തന്നെ ദൈവം എല്ലാ ജനതകളെക്കുറിച്ചും താല്പര്യപ്പെടുന്നവനാണ്. Israel was called to be distinct ഇസ്രായേൽ മക്കൾ വ്യത്യസ്തരായിരിക്കാൻ ദൈവം വിളിച്ചു. and different from the other nations. മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തരാകണം എന്ന് ദൈവം ആഗ്രഹിച്ചു. So that through their life as a nation, other nations will come to know Yahweh. അവരുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ള ജനതകളും ഇങ്ങനെ യഹോവയിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. All that God did in and for Israel was for the sake of humanity as a whole. മനുഷ്യവംശത്തിന് വേണ്ടി ആകമാനം ദൈവം ചെയ്യുന്നതിനെയാണ് ഇസ്രായേലിലൂടെ ദൈവം ചെയ്തത്. The purpose of the election of a particular nation was for the sake of the remaining nations. ഒരു പുതിയ ജനതയെ തെരഞ്ഞെടുക്കുന്നതിലൂടെ മനുഷ്യവംശത്തിന് ആകമാനമുള്ള തെരഞ്ഞെടുപ്പാണ് ദൈവം നൽകിയത്. The election was not merely a privilege, but it brought with it certain responsibilities. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും പദവിയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ധാരാളം ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ടാണ്. Privilege means responsibilities. The two go hand in hand. പദവി എന്ന് പറഞ്ഞാൽ ധാരാളം ഉത്തരവാദിത്തങ്ങൾ അതിനോട് ചേർന്ന് പോകുന്നു. They were to be a light to the nations around them. അതുകൊണ്ട് തന്നെ ലോക ജനതകൾക്ക് പ്രകാശമാവുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തം. So that by their individual lives and their lives as a community, others would recognize who Yahweh was. അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെയും സാമൂഹിക ജീവിതത്തിലൂടെയും മറ്റുള്ള ജനതകൾ ദൈവത്തിങ്കിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം ഇപ്രകാരം ഇസ്രായേലിലൂടെ ആഗ്രഹിക്കുകയാണ്. This was the mission for Israel. ഇതായിരുന്നു ഇസ്രായേലിന് ദൈവം കൊടുത്ത ദൗത്യം. Their lives, whether in the court or the marketplace or at home or among the neighbors, had to reflect the character of Yahweh. ഇസ്രായേൽ സമൂഹം എവിടെല്ലാം കൂടിയായിരുന്നാലും, അവർ ചന്തസ്ഥലത്താണെങ്കിലും അവരുടെ ഭവനേന്ദ്രീയത്തിലാണെങ്കിലും അയൽവക്കങ്ങളുടെ നടുവിലാണെങ്കിലും ഇതേ വിചാരങ്ങൾ, ഇതേ പ്രകാശമായി തീരുക എന്നുള്ളതാണ്. Others had to see Yahweh in their individuals and in their community. അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ സാമൂഹിക ഇടപെടലിലൂടെയും സകല മനുഷ്യരും ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. Similarly, for us as the church today, we the people of God exist for the sake of the world. അതുപോലെ തന്നെയാണ് സഭയായിരിക്കുന്ന നമ്മളും ഈ ലോകത്തിന് വേണ്ടി നിലനിൽക്കുന്നു. ലോകത്തിലെ ജനതകളെക്ക് ദൈവത്തെ വിളിച്ച് കാണിക്കുകയാണ്. Very often we have false ideas within us that we are the chosen people, as the others have all been left behind to perish and die. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു അബദ്ധ അവകാശം എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് ദൈവത്തിന്റെ ജനം, ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോകട്ടെ But the എന്നുള്ളതാണ്. very fact of our election is for the sake of the people around us. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ്. You and I have been entrusted with the good news of the gospel in order that we may reveal who Jesus Christ is to the world. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സദ്വാർത്തയിലൂടെ യേശു ക്രിസ്തു ആരാണെന്ന് നിരന്തരമായി വെളിപ്പെടുത്തുക എന്നുള്ള നിയോഗമാണ്. And I congratulate MTVEA for taking on this responsibility. അതുകൊണ്ട് തന്നെ മാർത്തോമാ സുവിശേഷ സംഘത്തെ ഞാൻ ഏറെ പ്രകീർത്തിക്കുകയാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. I think it's 102 years old now. 102ാമത്തെ വർഷമാണെന്ന് ഞാൻ And it's മനസ്സിലാക്കുന്നു. wonderful to see a voluntary organization saying, yes, God has called us to give the good news to the people of the world. ഈ വലിയ സദ്വാർത്ത ഏറ്റെടുക്കുവാൻ ഇപ്രകാരം ഒരു സംഘടന ഉണ്ടായിരിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷിക്കുകയാണ്. Someone once said that our lives are the fifth gospel, and that is the only gospel that some people will ever read. ആരോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതമാണ് അഞ്ചാമത്തെ സുവിശേഷം, അത് മാത്രമായിരിക്കും ലോകം എപ്പോഴും വായിച്ചെടുക്കുന്നത്. So the challenge for us is, what gospel are we presenting? നമ്മളുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഏത് വിധത്തിലുള്ള സുവിശേഷം നമ്മൾ പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. And now let's move on to Israel's identity and the church's identity. നമുക്ക് തുടർന്ന് ഇസ്രായേലിന്റെ സ്വത്വവും സഭയുടെ സ്വത്വവും ഒന്ന് പരിശോധിക്കാം. In Exodus 19:5 and 6, there are three Hebrew words which are used to define Israel's identity. ഇസ്രായേൽ മക്കളുടെ സ്വത്വത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 3 എബ്രായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. You are a treasured possession. ഇസ്രായേൽ ഒരു അമൂല്യ സമ്പത്താണ് എന്നർത്ഥം. You are a kingdom of priests. ഇസ്രായേൽ ഒരു പൗരോഹിത്യ രാജ്യമാണ് എന്നുള്ള അർത്ഥം. And you are a holy nation. ഇസ്രായേൽ ഒരു വിശുദ്ധ രാഷ്ട്രമാണ്, വംശമാണ് എന്നർത്ഥം. So let's look at these three phrases. A treasured possession. ഈ 3 പദാർത്ഥങ്ങളെ നമ്മൾക്കൊന്ന് പരിശോധിക്കാം. A treasured possession indicates belonging to God. അമൂല്യ സമ്പത്ത് എന്നതിന്റെ അർത്ഥം നമ്മൾ ആർക്കുള്ളതാണ് എന്നത് വെളിപ്പെടുത്തുകയാണ്. It refers to somebody's personal property that is very dear to them. ആർക്കോ ഉള്ള ഏറ്റവും
സ്വന്തമായിരിക്കുന്ന ഒരു അവകാശമാണ് ഇത് സൂചിപ്പിക്കുന്നത്. When God talks about Israel as a treasured possession, ഇസ്രായേൽ അമൂല്യ നിധിയാണ്, സമ്പത്താണ് എന്ന് ദൈവം പറയുമ്പോൾ it shows that Israel belongs to God. അത് ഇസ്രായേൽ ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന് മാത്രമുള്ളതാണ് എന്ന് പറയുകയാണ്. The picture is like that of a mother clasping a newborn baby to her breast. ഒരു അമ്മ തന്റെ നവജാത ശിശുവിനെ മാറോട് അണയ്ക്കുന്നത് പോലെ ദൈവം ഇസ്രായേലിനെ ചേർത്ത് Close വെക്കുകയാണ്. to her heart. വളരെ ഹൃദയത്തിനോട് ചേർത്ത് ഇസ്രായേലിനെ The വെച്ചിരിക്കുകയാണ്. baby is a treasured possession. ഈ നവജാത ശിശുവായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് അമൂല്യ സമ്പത്താണ്. And God is saying, you are my treasured possession. ഇന്ന് നമ്മളോടും പറയുന്നു, നമ്മൾ ഓരോരുത്തരും You are അപ്രകാരമുള്ള close to അമൂല്യ my സമ്പത്ത്. heart. നിങ്ങൾ എനിക്കേറെ സ്വന്തമാണ്. But on the other side, God says, because you are my treasured possession, we are called to be obedient to him. അതുപോലെ തന്നെ ദൈവത്തിന്റെ അമൂല്യ സമ്പത്തായിരിക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു ദൗത്യം ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. A second identity that was used for Israel was they were to be a kingdom of priesthood. രണ്ടാമത്തെ വിശേഷണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കുന്നത് അവർ ഒരു പൗരോഹിത്യ രാജ്യമാണ് എന്നുള്ള വിശേഷണമാണ്. In the Old Testament, the priests had 3 specific roles to play. പഴയ നിയമത്തിൽ ഒരു പുരോഹിതന് 3 ധർമ്മങ്ങൾ ഉണ്ടായിരുന്നു. A priest's primary role was to represent God to the people and bringing the people to God. ഒരു പുരോഹിതന്റെ പ്രഥമമായ കടമ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിനിധിയായി ജനത്തിന് മുമ്പിൽ നിൽക്കുകയും ജനത്തെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക But എന്നതാണ്. what does it mean by calling the whole nation priestly? എന്നാൽ ഒരു ജനസമൂഹത്തെ ആകമാനം പൗരോഹിത്യമായിട്ട് വിളിപ്പേര് നൽകുമ്പോഴുള്ള അർത്ഥം എന്താണ്? A priest in the Old Testament thought and practice stood between God and the people. ഇപ്രകാരം പൗരോഹിത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുക He എന്നുള്ളതാണ്. was a mediator in both directions. ദൈവത്തിനും ജനത്തിനും മധ്യസ്ഥമായി നിൽക്കുക എന്നുള്ളതാണ്. He represented God to the people, ദൈവത്തിന്റെ പ്രതിനിധിയായി ജനത്തിന് മുമ്പിൽ നിൽക്കും, both in his person and example, and especially in his role as a teacher. ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും അപ്രകാരം മാതൃകയോടെ നിൽക്കുക മാത്രമല്ല, ഒരേ സമയത്ത് ജനത്തെ പഠിപ്പിക്കുന്ന ഒരാളായിട്ട് മാറുകയാണ്. So by example and by teaching, പഠിപ്പിക്കുകയും മാതൃകയോടെ ജീവിക്കുകയും ചെയ്യുന്നതിലൂടെ through the priest, the word and will of God were to be made known to the rest of the people. ദൈവവചനവും ദൈവത്തിന്റെ ഇഷ്ടവും ഇപ്രകാരം ജനത്തിലേക്ക് പകരപ്പെടുകയാണ്. Now if Israel as a nation were to be a priesthood, ഇസ്രായേൽ ദൈവത്തിന്റെ പൗരോഹിത്യമായി എന്ന് പറയുമ്പോൾ ഈ അർത്ഥമാണ് വരുന്നത്. they were to represent Yahweh to the nations around them in a similar മറ്റുള്ള way. ജനതകൾക്ക് മുമ്പിൽ യഹോവയെ പ്രതിനിധീകരിക്കുന്നവരായി അവർ മാറണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. God's way and God's will would be manifest in their life as a nation. ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ ഇച്ഛയും അപ്രകാരം അവരുടെ ജീവിതത്തിലൂടെ It would ആവിഷ്കരിക്കപ്പെടുകയാണ്. be as they lived out the quality of national and social life demanded by the law they were about to receive. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സാമൂഹികമായും അവർ മേൽക്കൈയുള്ള മെച്ചമുള്ള ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. It had great chords of freedom, justice, love and compassion. ഇതിനുള്ളിൽ സ്വാതന്ത്ര്യവും സ്നേഹവും ദൈവത്തിന്റെ അനുകമ്പയും പകരപ്പെടുകണം എന്നുള്ളതാണ്. So that they would function as God's holy priesthood. അപ്രകാരം ദൈവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യമായി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. As a nation among the nations for the nations. ജനതകളുടെ നടുവിൽ ജനതകൾക്ക് വേണ്ടി ജനതകൾക്ക് മാതൃകയായിരിക്കുന്ന ജനതയായിരിക്കാൻ ദൈവം ഇസ്രായേലിനെ In തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Romans 15:16, Paul addresses the Romans saying that he had written to them boldly, റോമാലേഖനം 15:16 പൗലോസ് പറയുന്നു, because of the grace given to me by God to be a minister of Christ Jesus to the Gentiles in the priestly service of the gospel of God. ദൈവത്തിന്റെ കൃപയാൽ വിജാതിയർക്ക് പുരോഹിതനായിരിക്കാൻ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതിനാൽ, So that the offering of the Gentiles may be acceptable, sanctified by the Holy Spirit. ഈ വിജാതിയർ തന്നെയാണ് ദൈവത്തിന് എനിക്ക് കൊടുക്കാനുള്ള പൗരോഹിത്യ ശുശ്രൂഷ. അത് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടതാണ്. So Paul is using Old Testament language to present Gentile believers as an offering to God. പഴയ നിയമത്തിന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ഈ വിജാതിയർ ദൈവം എനിക്ക് തന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ ആകത്തുകയാണ് എന്ന് പറയുന്നു. So he is offering the Gentiles as a living sacrifice to God. ഈ ജനതയെ ദൈവത്തിന്റെ പരമ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു അർപ്പണമായിട്ട് പൗലോസ് അവതരിപ്പിക്കുകയാണ്. And the third phrase that is used to identify Israel is the word a holy nation. ഇസ്രായേലിന് കൊടുക്കുന്ന മൂന്നാമത്തെ വിശേഷണം
ഒരു വിശുദ്ധ ജനത എന്നുള്ള വിശേഷണമാണ്. The word holy means to be distinct and different from the people around us. വിശുദ്ധം എന്ന വാക്കിന്റെ അർത്ഥം വ്യത്യസ്തവും വ്യതിരിക്തവുമായ ജീവിത ശൈലി പുലർത്തണം എന്നുള്ളതാണ്. Very often we have a false idea of holiness. പലപ്പോഴും നമുക്ക് വിശുദ്ധിയെ സംബന്ധിച്ച വളരെ വികലമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. Sometimes we think of it with somebody around a halo around their head and a long face. പലപ്പോഴും ഭക്തിയുടെ പരിവേഷം ധരിച്ച് തലയ്ക്ക് ചുറ്റും ഒരു പ്രഭാവലയം സൃഷ്ടിക്കുന്ന എന്തോ ആണ് ഭക്തി എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് ഒരിക്കലും വിശുദ്ധിയല്ല. Holiness means to be distinct in our behavior. നമ്മുടെ പെരുമാറ്റങ്ങളിൽ നമ്മൾ കാണിക്കുന്നതായ വ്യത്യസ്തതയാണ് വിശുദ്ധിയുടെ അടയാളം. Israel was told not to have any other gods or idols. ഇസ്രായേലിനോട് ദൈവം പറയുന്നു, മറ്റൊരു ദൈവങ്ങളോ വിഗ്രഹങ്ങളോ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. They were not to compromise with the religious practices of the nations around them. മറ്റുള്ള ജനതകളുടെ ആചാരങ്ങളോടും മതപരമായ കാര്യങ്ങളോടും നിങ്ങൾ ഇണങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. Moreover, religious distinctiveness alone was not sufficient. എന്നാൽ മതപരമായ വ്യത്യാസം മാത്രം പോരാ. Because the outwardly orthodox worship of the Lord എന്നാൽ യഥാർത്ഥത്തിൽ യാഥാസ്ഥികത്വം നിറഞ്ഞിരിക്കുന്നതായ ആരാധനയും could flourish alongside the most blatant oppression and injustice. പലപ്പോഴും തഴച്ചു വളരുന്നത് അടിമത്തത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളിലാണ്. This led the prophets to use vehemently indignant language. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് പ്രവാചകന്മാർ വളരെ ശക്തമായ ഭാഷയിൽ ഇസ്രായേൽ മക്കളെ വിമർശിക്കുന്നത്. They were to be ethically distinct. അവർ വളരെ വ്യത്യസ്തമായി ധാർമ്മികതയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. Socially also they were to be distinct. സാമൂഹികപരമായും വളരെ വ്യത്യസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. But Israel failed on all these counts. എന്നാൽ ഇസ്രായേൽ മക്കൾ പലപ്പോഴും ഇതിൽ പരാജയപ്പെട്ടു എന്നുള്ളതും നമുക്കറിയാം. Yahweh was Israel's king. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ രാജാവ്. But we know during the time of Samuel, ശമൂവേൽ പ്രവാചകന്റെ കാലത്ത് നമുക്കറിയാം, they said, give us a king so that we may be like the nations. ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം എന്ന് അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. God calls us not to be like the nations. ദൈവം പറയുന്നു, മറ്റുള്ളവരെ പോലെ നിങ്ങൾ ആകരുതെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരെ പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന് ചോദിക്കുകയാണ്. But here they are saying we want to be like the nations. ഇവിടെ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ ആയി തീരണം എന്നുള്ളതാണ്. Yahweh reminds the people of Israel that they were a unique nation who had seen him in all his power and glory. ദൈവം ഇസ്രായേൽ മക്കളെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ചരിത്രപരമായി വളരെയേറെ അനന്യതയുള്ള ഒരു ജനസമൂഹമാണ്, അവന്റെ മഹത്വം ദർശിക്കേണ്ട ആളുകളാണ് എന്നുള്ളതാണ്. The Exodus with its plagues, the death of the firstborn, the parting of the sea and the death of the Egyptian soldiers was something they witnessed firsthand. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദിജാതന്റെ മരണം, വ്യത്യസ്തമായ അത്ഭുത അടയാളങ്ങൾ, ബാധകൾ, ഇവയിലൂടെയൊക്കെ ദൈവം ഈ ജനത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു, വീണ്ടെടുത്തു എന്നുള്ളതാണ്. And one would think that with all those experiences that they would be faithful to the end of their lives. ഒരാൾ ചിന്തിക്കും, ഇത്രമാത്രം ആഴമുള്ള അനുഭവം ഉള്ളതുകൊണ്ട് നിരന്തരമായ അവരുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് അവർ വിശ്വസ്ത പുലർത്തും എന്നുള്ളതാണ്. But we know that is not true. Moses went up the mountain and within a short time they built up an idol and they worshipped that idol, a golden calf. എന്നാൽ നമുക്കറിയാം, മോശ അല്പകാലത്തേക്ക് പർവ്വത മുകളിലേക്ക് പോയപ്പോൾ ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തെ ഉണ്ടാക്കി, വിഗ്രഹത്തെ ഉണ്ടാക്കി, അതിനെ ആരാധിക്കാൻ തുടങ്ങി എന്നുള്ളത്. Israel failed to fulfill her calling as God's chosen vessel for the sake of the nations. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ നിരസിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾ അവരുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. Israel broke the covenant on numerous occasions and went after other gods. ദൈവത്തോടുള്ള അവരുടെ ഉടമ്പടി പല പ്രാവശ്യം ഇസ്രായേൽ ലംഘിക്കുകയാണ്. They forgot what Yahweh had done for them. അവർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്നുള്ളതും അവർ മറന്നുപോയി. And therefore Israel failed to be a nation for the nations. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്രകാരം മറ്റുള്ള ജനതയ്ക്ക് മാതൃകയുള്ള ജനതയാകണമെന്നുള്ള കാര്യത്തിൽ പരാജയപ്പെട്ടു. In the end, God had to send his only son Jesus as the role model for us. അവസാനമായി ദൈവം തന്നെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് മാതൃകയുള്ള അനുഭവം സൃഷ്ടിക്കുകയാണ്. And Jesus also challenges us to be distinct in our lifestyles. യേശു കർത്താവ് നമ്മളോട് വളരെ വ്യത്യസ്തമായി ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ്. The word holy, as I said, does not mean to be extra religious, but rather to be distinct and different. യഥാർത്ഥത്തിൽ വിശുദ്ധം എന്ന വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കൂടുതൽ മതപരമായ കാര്യങ്ങളുമായി ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് വളരെ വ്യത്യസ്തമായി ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതാണ്. I want to quote something from Chris Wright where he defines holiness. ക്രിസ് റൈറ്റ് എന്ന് പറയുന്നതായ ദൈവശാസ്ത്ര ചിന്തകനെ ഉദ്ധരിച്ച ചില വാക്കുകൾ പറയട്ടെ. Especially from Leviticus 19. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്ന്. He says holiness in Leviticus 19 dictates
caring use of agricultural produce. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. ലേവ്യ പുസ്തകം 19 അധ്യായം അനുസരിച്ച് വിശുദ്ധി എന്ന് പറയുന്നത് കാർഷിക വിളകളെ വളരെ ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. Fair treatment and payment of employees. യഥാർത്ഥത്തിൽ ജോലിക്കാർക്കും അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കും കൃത്യമായി വേതനം കൊടുക്കുക എന്നുള്ളത്. Practical compassion for the disabled and respect for the elderly. ശാരീരികമായി ക്ഷമതയില്ലാത്തവർക്ക് കൃത്യമായ പരിചരണം നൽകുക എന്നുള്ളത്. The integrity of the judicial process. യഥാർത്ഥത്തിൽ നിയമകാര്യങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടതായ സുതാര്യതകളാണ്. Safety precautions like building a parapet wall or making sure your bridge across the Pamba River is safe. സാമൂഹ്യപരമായി വളരെ സുരക്ഷിതമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. Have you ever thought of these as holiness? പലപ്പോഴും നമ്മൾ വിശുദ്ധി എന്നുള്ളതിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? Ecological sensitivity is holiness. പരിസ്ഥിതിപരമായ വളരെ ഗൗരവമായ വിചാരം വിശുദ്ധിയുടെ ഭാഗമാണ്. Equality before the law for ethnic minorities is holiness. വംശീയമായ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന വളരെ സമത്വപരമായ കാര്യങ്ങൾ വിശുദ്ധിയുടെ ഭാഗമാണ്. And honesty in trade and business is holiness. നമ്മുടെ കച്ചവടത്തിൽ നമ്മൾ പുലർത്തേണ്ടതായ യഥാർത്ഥ സത്യസന്ധത വിശുദ്ധിയുടെ ഭാഗമാണ്. Many a times we as a church fail in all these aspects. എന്നാൽ പലപ്പോഴും സഭ എന്ന നിലയിൽ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ പരാജയപ്പെടാറുണ്ട്. Do we pay our laborers a fair wage? യഥാർത്ഥത്തിൽ നമ്മളുടെ കൂലിക്കാർക്ക് തൊഴിലാളികൾക്ക് നമ്മൾ ശരിയായി വേതനം കൊടുക്കാറുണ്ടോ? Many a time our workers don't get their salaries. ഒരിക്കൽ പോലും നമ്മളുടെ തൊഴിലാളികൾക്ക് അവർ അർഹിക്കുന്ന വേതനം ലഭിക്കാറില്ല. They don't get the minimum wage. അവർക്ക് അടിസ്ഥാനപരമായി പോലുമുള്ള വേതനം ലഭിക്കാറില്ല. And therefore we are called to be different. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. The church also lives in a time of political, social and economic frustration. സഭ ഇന്ന് ജീവിക്കുന്ന ഈ കാലം എന്ന് പറയുന്നത് സാമൂഹികവും രാഷ്ട്രീയവും മതപരമായ അസ്ഥിരതയും പ്രതിസന്ധി നിറഞ്ഞ കാലമാണ്. Maybe feeling powerless and unable to change our situations. പലപ്പോഴും സഭ നിസ്സംഗതയോടെ പരാജയപ്പെട്ടതുപോലെ നിൽക്കാറുണ്ട്. In such conditions, violent movements often take place. പലപ്പോഴും അങ്ങനെയുള്ള നിസ്സംഗമായ നിശബ്ദ സാഹചര്യങ്ങളിൽ അക്രമത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കാറുണ്ട്. But Jesus called a different kind of revolutionaries. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ വിപ്ലവഗാഥ രചിക്കുന്നതിന് Not വേണ്ടിയാണ്. to destroy by violence, അക്രമത്തിലൂടെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, but to transform the world through the values of God's kingdom. ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ട് ഈ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. Jesus began with 12 ordinary men. യേശു കർത്താവ് തന്റെ പ്രവർത്തനം സാധാരണക്കാരായ 12 മനുഷ്യരെ കൊണ്ട് Set ആരംഭിച്ചതാണ്. apart by their faith and obedience. അവരുടെ വിശ്വാസത്തിലും അനുസരണത്തിലും ആധാരമായിട്ടാണ് ആ പ്രവർത്തനം Jesus ആരംഭിച്ചത്. turned the world upside down through them. ഇപ്രകാരം യേശു ഈ ശിഷ്യന്മാരിലൂടെ ലോകത്തെ കീഴ്മേൽ മറിക്കുകയാണ്. And the Christian faith spread to us here with St. Thomas coming here in AD 52. അപ്രകാരം കീഴ്മേൽ മറിച്ചതിലൂടെയാണ് സെന്റ് തോമസ് അപ്പോസ്തലനിലൂടെ നമ്മുടെ ഭാരതത്തിലും ഈ വിശ്വാസം എത്തിച്ചേരാനിടയായത്. So we have a long history. നമുക്കങ്ങനെ ദീർഘമായ ഒരു ചരിത്രമുണ്ട്. But have we lived as the priesthood of God is the critical question. എന്നാൽ വിമർശനാത്മകമായ ഒരു ചോദ്യം നമുക്ക് നേരെ ചോദിക്കപ്പെടുന്നത് നമ്മൾ ഇപ്രകാരം പൗരോഹിത്യമായി ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. Now let's turn to 1 Peter 2:9 and 10. 1 പത്രോസ് 2 അധ്യായം 9-10 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. And that is God's calling for today the church as a living priesthood. വർത്തമാനകാലത്ത് സഭയ്ക്ക് നൽകപ്പെട്ട വിളിയെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Let's read that 9 and 10. 1 Peter 2:9 and 10. 1 പത്രോസ് 2 അധ്യായം 9-10 വാക്യങ്ങൾ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. And we see Peter actually taking up titles which applied to Israel and now applies to the church. പത്രോസ് ഇസ്രായേലിന് നൽകപ്പെട്ടിരുന്നതായ ഈ നാമകരണങ്ങൾ ഉപയോഗിച്ച് സഭയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുകയാണ്. A chosen race, a royal priesthood, a holy nation, God's own people. വിളിക്കപ്പെട്ട ജനം, രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം, വിശുദ്ധ വംശം എന്നുള്ള പരാമർശങ്ങൾ എല്ലാം സഭയ്ക്ക് നൽകപ്പെടുകയാണ്. And so I just want to look at the fivefold identity of the church as we finish. സഭയ്ക്കുള്ള 5 വിധത്തിലുള്ള അസ്തിത്വത്തെക്കുറിച്ച്, സ്വത്വത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത്. The first thing that Peter says that we are a chosen people.
പത്രോസ് ആദ്യമായി പറയുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ With എന്നുള്ളതാണ്. election comes ethical responsibility, and we see ethics and mission interlinked in Abraham's call. തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടെ അവിടെ ധാർമ്മികതയും വരികയാണ്, ധാർമ്മികതയോടൊപ്പം ദൗത്യവും കൂടെ ചേരുകയാണ്. God said, "For I've chosen him so that he will direct his children and his household after him to keep the way of the Lord by doing what is right and just." ദൈവം പറയുകയാണ്, ഞാൻ സഭയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിർണയിച്ചുകൊണ്ട് ഇപ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹമായി ജീവിക്കാൻ വേണ്ടിയാണ്. So that the Lord will bring about for Abraham what he has promised him. അബ്രഹാമിന് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന അതേ വാഗ്ദത്തമാണ് ഇപ്പോൾ സഭയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. The choosing is election. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. Doing what is right and just is ethics. യഥാർത്ഥത്തിൽ നീതിയും ന്യായവും നടത്തുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകപ്പെട്ടിരിക്കുന്നത്. And being a blessing to the people is mission. യഥാർത്ഥത്തിൽ ജനതകൾക്ക് അനുഗ്രഹമാകുന്ന ദൗത്യവും അതിൽ അന്തർലീനമായിട്ടുണ്ട്. Peter then applies the treasured possession to the church. യഥാർത്ഥത്തിൽ സഭ ഒരു അമൂല്യ നിധിയാണെന്നുള്ള വിശേഷണവും പത്രോസ് ഇവിടെ സഭയ്ക്ക് Just ഉപയോഗിക്കുകയാണ്. like Israel belonged fully to God, the church belongs fully to God. ഇസ്രായേൽ ദൈവത്തിന് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പോലെ തന്നെ ഇവിടെ സഭയും ദൈവത്തിനുള്ളതാണെന്ന് പത്രോസ് ഊന്നി പറയുന്നു. God's responsibility is nurturing and protecting Israel, who is close to his heart, but they are accountable to be obedient to his commands. ദൈവം ഇസ്രായേലിനെ എപ്രകാരം തെരഞ്ഞെടുത്ത് തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, അത്രമാത്രം ആ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ സഭയ്ക്കുമുണ്ട്. Similarly, God's church is also God's treasured possession. അപ്രകാരം സഭയും ദൈവത്താൽ വേർതിരിക്കപ്പെട്ട അമൂല്യമായ നിധിയാണ്. അപ്രകാരമുള്ള ദൗത്യം സഭയ്ക്കുമുണ്ട്. We belong to God when we are accountable to God. നമ്മൾ ദൈവത്തിനുള്ളതാണെങ്കിൽ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരോടെയാണ്. Then Peter says, "You are a royal priesthood." പിന്നീട് പത്രോസ് പറയുന്നത് നമ്മൾ രാജകീയ പുരോഹിതമാണ് എന്നുള്ളതാണ്. As I said earlier, priests in the Old Testament had three main tasks to do. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഒരു പുരോഹിതന് 3 ധർമ്മങ്ങളുണ്ട്. He was to bring God to the people by his teaching. ദൈവത്തെ ജനത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക, തന്റെ പഠിപ്പിക്കലിലൂടെ അപ്രകാരം ദൈവത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതും. He was to bring the people to God by his prayers of intercession. പ്രാർത്ഥന കൊണ്ടും മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടും ഇടപെടൽ കൊണ്ടും ജനത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് And കൊണ്ടുവരിക thirdly, he എന്നുള്ളതും. was to bless the people not only verbally but by his life. എന്നാൽ മൂന്നാമത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതം കൊണ്ടും ദൈവജനത്തെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. And that is the role of the church, that we are the priesthood of God. ഇതേ പദവിയാണ് സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവജനം ഒരു പൗരോഹിത്യ സമൂഹമാണ് The എന്നുള്ളത്. church is called to stand in the gap between God and the world. ലോകത്തിനും ദൈവത്തിൻ്റെ ഇടയിൽ നിൽക്കുവാനുള്ള വലിയ വിളിയും നിയോഗമാണ് സഭയ്ക്ക് ദൈവം This നൽകിയിരിക്കുന്നത്. priestly calling involves both mediation and intercession, bringing God to people through the faithful teaching of the word. ഇടയിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്നതായ വലിയ പദവിയും നിയോഗവും ഒരേപോലെ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നു. And bringing people to God through prayer, repentance and compassionate engagement. പലപ്പോഴും അനുകമ്പ നിറഞ്ഞതായ പ്രവൃത്തിയിലൂടെയും മാനസാന്തര യോഗ്യമായ വചന ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജനത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക എന്നുള്ളത് സഭയുടെ The കർത്തവ്യമാണ്. priest made the word and will of God known to the people. എപ്രകാരമാണ് പുരോഹിതൻ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ഇഷ്ടവും ലോകത്തിൽ അറിയിക്കുന്നത്, അത് തന്നെയാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. Similarly, the church is to share the good news of the gospel to others, to teach them who Jesus is. അപ്രകാരം തന്നെയുള്ള സദ്വാർത്ത ലോകത്തോട് നിരന്തരം പറയുന്നതിനും യേശു ആരാണെന്ന് പറയുന്നതിനുമായി സഭയെ ലോകത്തിൽ അവിടെ നാക്കി And വെച്ചിരിക്കുന്നു. our lives must be a blessing to others. അപ്രകാരം നമ്മുടെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരണം. When God's people live justly, love mercy and walk humbly with him, യഥാർത്ഥത്തിൽ ദൈവജനം നീതിയോടും ന്യായത്തോടും സ്നേഹത്തോടും ഈ ലോകത്തിൽ പെരുമാറുമ്പോൾ they fulfill this priestly mission. അവർ ഈ പൗരോഹിത്യ ധർമ്മത്തെ പൂർത്തീകരിക്കുകയാണ്. And so therefore the challenge for the church is very clear. അതുകൊണ്ട് സഭയ്ക്കുള്ള വെല്ലുവിളി എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. Will we settle for rituals without righteousness? നീതിയില്ലാത്ത ചില അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി സഭ നിൽക്കുമോ? And devotions without devotion? യഥാർത്ഥത്തിൽ സത്യഭക്തിയില്ലാത്ത കേവലമായ ഭക്തിക്ക് വേണ്ടി സഭ നിൽക്കുമോ? Or will we truly live as God's chosen people, called, sent and shaped for mission in the midst of the world? ദൗത്യത്തിന് വേണ്ടി വിളിച്ചാക്കപ്പെട്ടിരിക്കുന്ന സമൂഹം എന്ന ബോധ്യത്തോടു കൂടെ സഭ നിൽക്കുമോ?
A fourth identity that is given is that they are a holy nation, and so is the church. നാലാമത്തെ ഒരു വിശേഷണം സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്തുണ്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധ ജനത എന്നുള്ളതാണ്. We are to be distinct. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. No other gods or idols, and no compromises or additions from other nations in our practices. മറ്റൊരു ദൈവങ്ങളെയോ മറ്റൊരു ജനവിഭാഗത്തിന്റെ രീതികളെയോ അവലംബിക്കുവാൻ അതിനോട് താല്പര്യപ്പെട്ട് താതാത്മ്യപ്പെടുവാൻ നമ്മൾക്ക് അനുവാദമില്ല. The Israelites failed to fulfill their calling as God's people for God's world. ഇസ്രായേൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരാജയപ്പെട്ടതായിട്ടും നമുക്കറിയാം. In a similar way, many a time the church breaks the relationship with God. പലപ്പോഴും സഭയും ഇങ്ങനെ പരാജയപ്പെടാറുണ്ട്. We as his followers are expected to carry on the work of being a blessing to God's world. ദൈവത്തിന്റെ ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ സഭയും ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. And the fifth identity that Peter gives is that you are the people of God. യഥാർത്ഥത്തിൽ അഞ്ചാമത്തെ വിശേഷണം നൽകുന്നത് നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനം എന്നുള്ള വിശേഷണത്തിൽ. Peter says God has called us from darkness to light to be the people of the light. പത്രോസ് പറയുന്നത് നമ്മളെ ദൈവം അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. We belong to God in a special relationship. നമ്മൾ ദൈവത്തിന് ഒരു പ്രത്യേക ബന്ധത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. It is a privilege, but it also brings a responsibility. ഇത് ഒരു വലിയ പദവി ആയിരിക്കുമ്പോൾ തന്നെ ഇതൊരു ഉത്തരവാദിത്വം നിറഞ്ഞ അനുഭവം കൂടിയാണ്. The church is therefore called to be the people of the light. The church is therefore called to be the people of the light. സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് പ്രകാശമുള്ള സമൂഹമാകുന്നതിന് വേണ്ടി. Marked by ethical integrity. അടയാളപ്പെടുത്തപ്പെടേണ്ടത് ധാർമ്മിക ജീവിതത്തിലൂടെയാണ്. By truth, justice and compassion. സത്യവും നീതിയും ധാർമ്മിക വിചാരങ്ങളോടുകൂടെയാണ് ഈ പ്രകാശിതമായ പ്രവൃത്തി ചെയ്യേണ്ടത്. Holiness is not meant to be superficial acts of piety. യഥാർത്ഥത്തിൽ വിശുദ്ധി എന്ന് പറയുന്നത് ഉപരിപ്ലവമായ ഒരു ഭക്തിയല്ല. But living distinctively in everyday life, at home, in society and in the workplace. നിരന്തരമായ നമ്മുടെ സാമൂഹിക ജീവിത ക്രമങ്ങളിൽ നമ്മൾ പുലർത്തേണ്ടത് ധാർമ്മികമായ അനുഭവങ്ങളാണ്. We are to reveal God's character. നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തെ നിരന്തരം വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. Yahweh was not interested in empty rites or outward religiosity. ദൈവം ഒരിക്കൽ പോലും ബാഹ്യമായ ചില പ്രകടനങ്ങളിലോ ചില മതപരമായ അനുഷ്ഠാനങ്ങളിലോ മാത്രം ശ്രദ്ധ ചെലുത്തുന്നതല്ല. But in a life that reflects his righteousness and faithful devotion. യഥാർത്ഥത്തിൽ നീതിയും ന്യായവും അടങ്ങുന്നതായ ജീവിതത്തിന്റെ ക്രമമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So as we conclude, യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഈ രീതിയിൽ ഇതിനെ പൂർത്തീകരിക്കുമ്പോൾ God calling the church to live as the priesthood of God is not an abstract idea but a daily calling. യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കേവലമായ ഒരു ഭംഗിവാക്ക് പോലെ മനസ്സിലാക്കേണ്ട ഒന്നല്ല, നിരന്തരമായി നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു അനുഭവമാണ്. Every believer is a priest. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഒരു പുരോഹിത ശുശ്രൂഷയുടെ ഭാഗമാണ്. We are the priesthood of believers. നമ്മളെല്ലാവരും പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. And therefore we are to share the good news with others. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കണം എന്നുള്ളതാണ്. Teach others about God. യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഈ ദൈവവചനത്തിലേക്കും ദൈവത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. Intercede for our people. നമ്മുടെ ജനത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുക എന്നുള്ളത്. And be a blessing for them. അങ്ങനെ അവർക്ക് ഒരു അനുഗ്രഹമായി തീരുക എന്നുള്ളത്. We are also reassured that we are God's treasured possession. നമ്മളെ വീണ്ടും ദൈവം ഓർമ്മിപ്പിച്ചത് നമ്മൾ ദൈവത്തിന്റെ അമൂല്യ നിധികളാണ് എന്നുള്ളതാണ്. We belong to Jesus. നമ്മൾ ദൈവത്തിന് ഉള്ളവരാണ്. We stand between God and the world. നമ്മൾ ലോകത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നു എന്നുള്ളത്. And as a church we are called to live distinctively for his glory. അപ്രകാരം സഭയെ വളരെ വ്യത്യസ്തമായി ജീവിക്കാൻ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നു. In a broken and restless world, the church is called to be God's visible presence. തകർക്കപ്പെട്ട ഈ മുറിക്കപ്പെട്ട അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യമാകുവാൻ ദൈവം സഭയെ വിളിച്ചിരിക്കുന്നു. Speaking his truth, embodying his mercy, interceding for the wounded, and living lives of integrity that point others to Christ. ദൈവിക സത്യത്തിന്റെ പ്രഘോഷകരാകുവാൻ, നിരന്തരം നീതി പങ്കുവെച്ചു കൊടുക്കുവാൻ, സ്നേഹത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ലോകത്തിലാക്കിയിരിക്കുന്നു. When we live honorably among the nations, നമ്മൾ വളരെ ബഹുമാനത്തോടെ ഈ ശുശ്രൂഷ മറ്റ് ജനതകളുടെ മുമ്പിൽ നിർവഹിക്കുമ്പോൾ, when our faith is seen in our deeds, നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രതിഫലിക്കുമ്പോൾ God is glorified. ദൈവനാമം മഹത്വപ്പെടുകയാണ്. May we therefore rise to our calling. നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ വിളിയോടുള്ള പ്രതികരണം നിർവഹിക്കാം. Not as spectators but as servants.
വെറും കാഴ്ചക്കാരല്ല, ശുശ്രൂഷകരായി നമുക്ക് ഇവിടുന്ന് not എഴുന്നേൽക്കാം. as consumers, but as priests, നമ്മൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നവരായിട്ടല്ല, പൗരോഹിത്യ ശുശ്രൂഷയുടെ കർമ്മം നിർവഹിക്കുന്നവരായി തീരാം. faithfully proclaiming His excellencies, walking in His light, and truly being God's church for God's world. ദൈവത്തിൻ്റെ ലോകത്തിൽ ദൈവത്തിൻ്റെ സഭയായിരിക്കാൻ ഈ ദൈവിക മൂല്യങ്ങളെ ആഴത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ നിയോഗം നമ്മൾക്ക് തിരിച്ചറിഞ്ഞ് ലോകത്തിൽ സഭയായി തീരാം. May God help us both as individuals and as a community to live as the priests of God. വ്യക്തിപരമായും സഭാപരമായും സാമൂഹികമായും ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ധർമ്മം ഈ ലോകത്തിൽ നിർവഹിപ്പാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you all and God be with you. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.